എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പാലക് പനീറാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ പാലക്കാണ് എടുത്തിരിക്കുന്നത്. പാലക്ക് നന്നായിട്ട് കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിനുശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. പാലക്ക് നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയതിനു ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് ഒരുവിധം നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 12 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് അരയ്ക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിക്കനുസരിച്ച് എടുത്തോണം. ഇതെല്ലാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു 15 ബദാം പരിപ്പും 15 അണ്ടിപ്പരിപ്പുമാണ്. ഇത് നമ്മൾ നന്നായിട്ട് അരച്ച് ഫ്രഷ് ക്രീമിന് പകരമാണ് ചേർക്കുന്നത്. ബദാം പരിപ്പിന്റെ തൊലി കളയാൻ തലേന്ന് വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് തൊലി ഇളകും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 4-5 ഉണക്കമുളക് ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇടാം. ജീരകം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ചേർക്കാം. ഈ സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച പാലക്ക് ചേർക്കാം. ഇനി ഇത് 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കാം. 3-4 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും. എണ്ണ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 400 ഗ്രാം പനീർ കട്ട് ചെയ്തത് ചേർക്കാം. ഇത് ഉടഞ്ഞു പോകാതെ ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കശുവണ്ടി പരിപ്പും ബദാമും അരച്ച് ചേർക്കാം. നമ്മൾ ആ പേസ്റ്റ് ചേർത്തതോടുകൂടി കറിയുടെ നിറം തന്നെ മാറിയിട്ടുണ്ട്. കറി നല്ല രുചിയായിട്ടുണ്ട്. ഇപ്പം ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു.